വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഔസേപ്പിൻ്റെ ഒസ്യത്ത് സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആദ്യം ഞാൻ ഇതിലെ നല്ല കാര്യങ്ങളൊക്കെ പറയാം, അതിനുശേഷം നെഗറ്റീവായ കാര്യങ്ങളെന്ന് പറയാം, അതിന് ശേഷം ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ആദ്യം തന്നെ ഔസേപ്പായിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വിജയരാഘവൻ ചേട്ടൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം കംപ്ലീറ്റ് അദ്ദേഹം ക്ലിയറായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഔസേപ്പായിട്ട് ഒരു പ്രായമായ ഒരു അപ്പച്ചനായിട്ട് അദ്ദേഹം നന്നായിട്ട്, ഒരു കർഷകനായിട്ട് വലിയ സ്വത്തുള്ള ഒരു ആളായിട്ട് അദ്ദേഹം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങേരുടെ ഭാഗം ഓക്കെയാണ്. അതേപോലെ മൈക്കിൾ എന്ന കഥാപാത്രത്തെ ദിലീഷ് പോത്തനാണ് ചെയ്തിരിക്കുന്നത്. അങ്ങേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജോർജ് എന്ന കഥാപാത്രത്തെ കലാഭവൻ ഷാജോൺ ആണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. കലാഭവൻ ഷാജോൻ്റെ ആ ഒരു ക്യാരക്ടർ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തതയുണ്ട്. കാരണം അനിയൻ്റെ കാര്യത്തിലൊക്കെ അങ്ങേര് കുറേ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ കലാഭവൻ ഷാജോൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെനയുടെ ക്യാരക്ടർ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ എപ്പോഴും ദേഷ്യം പിടിച്ചുകൊണ്ടും അങ്ങനത്തെ ഒരു ക്യാരക്ടർ മറ്റേ മൈക്കിളിൻ്റെ ഭാര്യയായിട്ട്, അതായത് ദിലീഷ് പോത്തൻ സാറുടെ ഭാര്യയായിട്ട് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ കനി കുസൃതി പോലീസ് ഓഫീസറായിട്ട് ധന്യ എന്ന റോളിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതാണ് ഈ സിനിമയിൽ ഇവർ അഭിനയിച്ചിരിക്കുന്ന ഒരു മികവിൻ്റെ കാര്യം പറയാനേ ഇതിൽ പോസിറ്റീവ് വശങ്ങളായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാണ്. ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെയും ഭയങ്കര ലാഗാണ്. ഭയങ്കര ലാഗ് പറഞ്ഞാലും പോരാ, ലാഗിൻ്റെ ലാഗാണ്. വലിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ചുരുങ്ങി ഇത്രയേ ഉണ്ടാവുള്ളൂ. അതിനെ വലിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ റോയി കഥാപാത്രം ഹേമന്ത് മേനോനാണ് ചെയ്തിരിക്കുന്നത്. കക്ഷി കട്ടൻ ചായ വെക്കുന്നത്, കട്ടൻ ചായ വെച്ച് അത് കൊണ്ടുവന്നിട്ട് സീറ്റിൽ തൻ്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്, അതൊക്കെ എന്തിനാ അത്ര നേരം എടുക്കുന്നത്? കട്ടൻ ചായക്ക് കയറി പിന്നെ ഒരു ട്രാൻസിഷൻ കൊടുത്തിട്ട് കട്ടൻ ചായയുമായിട്ട് വന്ന് കക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് കുടിച്ചിട്ട് വേഗം സംസാരിക്കുന്ന പോലെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ കാര്യങ്ങളൊക്കെ സ്ലോവിലാണ് സംസാരിക്കുന്നത്. അതേപോലെ ദിലീഷ് പോത്തൻ, അദ്ദേഹത്തിൻ്റെ ആ മൈക്കിൾ കഥാപാത്രം സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ തേയിലത്തോട്ടത്തിൽ നിൽക്കുന്നു. അപ്പോൾ കലാഭവൻ ഷാജോൻ്റെ ജോർജ് മേലെന്ന് നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് വരെയും ക്യാമറ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ മൈക്കിളിൻ്റെ മകൾ വന്നിട്ട് പുറത്തൊരാൾ വന്നിട്ടുണ്ട് പറയുമ്പോൾ അദ്ദേഹം ബെഡിൽ നിന്ന്, കിടക്കയിൽ നിന്ന്, ഉള്ളിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടന്ന് ആ പുറത്തുള്ള വാതിൽ സിറ്റ് ഔട്ട് എത്തുന്ന വരെയും പതുക്കെ വരികയാണ്. അതേപോലെ ജോർജ് മൈക്കിളും കൂടി കൈക്കോട്ടും പിക്കാസും ഒക്കെ എടുത്തിട്ട് ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ആ മ്യൂസിക് കഴിയുന്ന വരെയും ക്യാമറ അങ്ങനെ വെച്ചിരിക്കുകയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുമേഷ് പരമേശ്വരാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള മ്യൂസിക് ഒന്നും ഈ സിനിമയ്ക്കില്ല. ഒരു ലാഗ് പിടിച്ച മ്യൂസിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ബി അജിത് കുമാറാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ സീനുകളൊക്കെ തന്നെ വളരെ ഷോർട്ടാക്കിയിട്ട് ഇത് എഡിറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. എഡിറ്റിങ്ങിലും നല്ല മിസ്റ്റേക്ക് ഉണ്ട്. ഈ സിനിമ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ലോവിൽ എടുത്തിരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്ക് സ്ലോ ആക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് അങ്ങോട്ട് മുഷിപ്പ് വരികയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. വളരെ സ്ലോവിലാണ് സിനിമ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഇടവേള എന്ന് എഴുതി കാണിച്ചു. അതേപോലെ ഇതിലെ ഔസേപ്പിൻ്റെ കഥാപാത്രം ആദ്യമൊക്കെ കുഴപ്പമില്ലാതെ വന്നിട്ട് പെട്ടെന്ന് ചില സംഭവങ്ങൾ ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് വരുന്നു. പക്ഷേ അത് എങ്ങനെ ആ സംഭവം ഉണ്ടായി എന്നൊന്നും കാണിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് ആ ഭാഗം തീരുകയാണ്. അപ്പോൾ അതിലൊരു എന്തെങ്കിലും ഒരു കാര്യം വെക്കാമായിരുന്നു. ഇനി അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ആ ഭാഗം വേണ്ട പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞാണോ എന്നറിയില്ല. അപ്പോൾ ഔസേപ്പിൻ്റെ ക്ലൈമാക്സോ അത്രയ്ക്കൊരു സുഖവും തോന്നിയില്ല. പിന്നെ അതേപോലെ ഈ സിനിമയുടെ കഥയും തന്നെ, കഥ തുടക്കത്തിൽ സ്വത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ സിനിമയുടെ കുറച്ച് മുന്നോട്ട് ഒരു ഇടവേള ഭാഗത്തൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് കഥയുടെ ഗതി തന്നെ മാറുകയാണ്. അങ്ങനെ ഗതി മാറിയിട്ട് കഥ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഈ ലാഗിൽ തന്നെ പോയിട്ട് അവസാനം ക്ലൈമാക്സ് ഒരു നല്ല ക്ലൈമാക്സ് വരുന്നുമില്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം
ഒരു കുഴപ്പമില്ലാത്ത ക്ലൈമാക്സ് ആണ് എന്ന് നമുക്ക് അവർ എടുത്തിരിക്കുന്നതായിട്ട് കരുതിയിട്ടാണ് അവർ അങ്ങനെ ക്ലൈമാക്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊരു നീതിപൂർവകമായ ഒരു ക്ലൈമാക്സ് ആയിട്ട് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിലെ കലാഭവൻ ഷാജോൻ്റെ ക്യാരക്ടർ പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഒരു കൊടുക്കൽ പരിപാടിയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് എങ്ങനെ എറിയണം എന്നുള്ളത് ശരിക്കും ഒരു പോലീസ് ഓഫീസർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അങ്ങേര് ആ കൊടുത്തത് അത് വേണ്ട രീതിയിൽ കുറിക്ക് കൊള്ളുന്ന തന്നെ കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഒരു ലോജിക്ക് പ്രശ്നം തോന്നുന്നുണ്ട്. പക്ഷേ എന്നാൽ കഥയ്ക്ക് വേണ്ടിയിട്ട് അത് കുഴപ്പമില്ല കേട്ടോ. അത് ഞാൻ കുഴപ്പമായിട്ട് പറയുന്നില്ല. ഞാൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഥയ്ക്കായതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോട്ടെ, അത് ശരി. പക്ഷേ ദിലീഷ് പോത്തൻ്റെ ആ കഥാപാത്രം ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടമായില്ല. അതേപോലെ തന്നെ കനി കുസൃതി ധന്യ എന്ന ക്യാരക്ടറിൽ പോലീസ് ഓഫീസറായി വന്നിട്ടുണ്ടല്ലോ. അവർ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു കുസൃതിയും ഇല്ല. അവരൊരു പോലീസ് ഓഫീസറായിട്ടേ തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസൊക്കെ ഒരു ജുബയും ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് അവർ വരുമ്പോഴൊക്കെ ഒരു പോലീസ് ഓഫീസറായിട്ടേ തോന്നുന്നില്ല. ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ പറന്നു പോകാനുള്ള ലെവലിലാണ് അവർ ഇതിൽ ഇരിക്കുന്നത്. നല്ല കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് ഒന്നുകൂടി സീരിയസ് ആയിട്ട് ഒന്നും തോന്നിയില്ല. അവരും അതേപോലെ ഇങ്ങനെ ലാഗായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ ലാഗ്, കഥ ഒരു സുഖമില്ല. പിന്നെ ഇവർ 4 പേരും അഭിനയിച്ചിരിക്കുന്നത് അത് നന്നായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു സീരിയൽ പോലെ ഒരു ഷോർട്ട് ഫിലിം പോലെയൊക്കെ തോന്നിപ്പോവാണ്. അത്രയും ലാഗും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എനിക്കൊരു ബിലോ ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ. ആവറേജ് എന്ന് പറയാൻ പോലും ഇല്ല. കാരണം എവിടെയോ തുടങ്ങി എങ്ങനെയൊക്കെ അവസാനിപ്പിച്ച പോലത്തെ ഒരു സിനിമ.